ഫ്രണ്ട്സ്, ഇന്നേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കണ്ടൻ ശാസ്താ ക്ഷേത്രം മുട്ടയ്ക്കാടുള്ള അമ്പലത്തിൽ ഇന്ന് പൊങ്കാലയായിരുന്നു. അപ്പം ഞങ്ങൾ പൊങ്കാലയ്ക്കൊന്നും പോകത്തില്ല, പൊങ്കാല കഴിക്കുകയില്ല. പക്ഷേ എനിക്ക് ചെറുതിലെ പൊങ്കാല കഴിച്ചതിൻ്റെ ടേസ്റ്റ് എൻ്റെ നാക്കിലുണ്ട്. എനിക്ക് പൊങ്കാല ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന് ഞാൻ വീട്ടിൽ എനിക്ക് പൊങ്കാല ഉണ്ടാക്കാൻ സത്യത്തെ അറിയില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാനങ്ങനെ ഇന്ന് പച്ചരിയും തേങ്ങയും ശർക്കരയും ഏലക്കയൊക്കെ ഇട്ട് നെയ്യും ഒക്കെ ചേർത്ത് ഒരു പൊങ്കാല ഉണ്ടാക്കി. പക്ഷേ എൻ്റെ കൂട്ട് തെറ്റിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് വെള്ളം വെക്കേണ്ട അളവൊന്നും അറിയില്ല. ഒരു ഗ്ലാസ് അരി എടുത്തോളൂ, ഞങ്ങൾ രണ്ടുപേരായതുകൊണ്ട്. പക്ഷേ എനിക്ക് വെള്ളം വെക്കേണ്ട അളവ് അറിയില്ല. ഇപ്പോൾ ഉപയോഗിക്കാത്തൊരു മൺചട്ടി കൊണ്ട് ഒത്തിരി വെള്ളം ചട്ടി പിടിക്കുമെന്ന് കരുതി ഞാൻ ഇത്തിരി കൂടുതൽ വെള്ളം വെച്ച്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടിപ്പോയത് കാരണം പൊങ്കാല ഒരുപാട് അരി ഒരുപാട് വെന്ത് ആ വെള്ളം വറ്റിച്ചല്ലേ എടുക്കാൻ പറ്റൂ. അങ്ങനെ വെള്ളം വറ്റി വന്നപ്പോൾ കരിയൊക്കെ ചെയ്തു. ഇതാ കണ്ടോ, കരിഞ്ഞ പീസ് മാറ്റി വെച്ച്. അങ്ങനെ വെള്ളം പോലെയാണ് എനിക്ക് കിട്ടിയത്. പൊങ്കാല പോലെ കിട്ടിയില്ല, വെള്ളം പോലെ. അങ്ങനെ ടേസ്റ്റൊക്കെ ആയി, പക്ഷെ അരി വെന്ത് പോയതുകൊണ്ട് അതിൻ്റെ ഒരു രുചിക്കുറവുണ്ട്. ഒന്നും കുഴപ്പമില്ല, ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കഴിക്കുന്നില്ല. പുള്ളിക്ക് കഴിച്ചാൽ നെഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ പുള്ളിക്കുള്ള പങ്കോടെ ഇരിപ്പുണ്ട്. അത് ഞാൻ തന്നെ കഴിച്ച് തീർക്കണമെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ കുറേ ആറ്റുകാൽ പൊങ്കാല എപ്പോഴും വിചാരിച്ച് വയ്ക്കണമെന്ന്. പക്ഷെ അന്ന് സമയം കിട്ടാതെ നീട്ടി വെച്ചു. അപ്പോൾ ഇന്ന് അങ്ങ് ചെയ്തു. പക്ഷേ താമസിച്ചു പോയി എന്നേ ഉള്ളൂ. രാത്രിയായിപ്പോയി കഴിക്കാനായി ആവുമ്പോൾ. ഓക്കേ.